എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഒരു ചിരിയോ സന്തോഷമോ എന്തൊക്കെയോ വന്നു ട്ടോ. പെട്ടെന്നൊരു ട്വിസ്റ്റ് നടന്നു ഇതില്. രസമുള്ള ട്വിസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ കേട്ടാല് രസായിട്ട് തോന്നും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിക്കില്ല ട്ടോ. അപ്പോൾ വായിക്കാം. ഇസ്രായേലിൽ നിന്ന് വന്നാണ്, ഓരോ നാടുകളിൽ നിന്നാണ്. ഇന്ന് ഇംഗ്ലണ്ടിലോ ഇസ്രായേലിലോ ഓരോ അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റി. അപ്പം എല്ലാ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എത്ര എത്ര നാടുകളിൽ നിന്നാണ് അനുഭവം വരുന്നത്. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ കേൾക്കാം. ഓം നമോ നാരായണായ. നമസ്കാരം ശ്രീകാന്ത് ചേട്ടാ. എൻ്റെ പേര് മഞ്ജു. നാട് കോട്ടയം. ഞാനിപ്പോൾ ഇസ്രായേലിൽ ജോലി നോക്കുന്നു. ഇസ്രായേലിൽ ജോലി നോക്കുന്നു. ഓക്കെ. ത്രിമധുരത്തിൽ അംഗമാണ്. അതിൽ ഓരോരുത്തരുടെയും അനുഭവം കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നിയിട്ടോ. കൃഷ്ണൻ എൻ്റെ ഒപ്പം ഉള്ളത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എല്ലാവരും ഓരോ നാമങ്ങൾ പറയുമ്പോൾ ഞാനും എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എന്തെങ്കിലും കൃഷ്ണനാമത്തിൽ മനസ്സിൽ വിചാരിക്കും, അതെനിക്ക് കൃഷ്ണൻ സാധിച്ചു തരും. അപ്പോഴാണ് ഞാൻ കൂടുതൽ കൃഷ്ണനോട് അടുത്തത്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനിവിടെ ജോലി ചെയ്യുന്നത് തന്നെ ഒരു അനുഭവമാണ് കേട്ടോ. കൃഷ്ണനെ പറ്റി പറഞ്ഞാൽ എനിക്കൊരു പേപ്പർ ഒന്നും തന്നെ തികയില്ല. ഇനി എൻ്റെ അനുഭവത്തിലേക്ക് വരാം. ഞാൻ നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ലതാണ് ഏറ്റുമാനൂർ മഹാദേവന്റെ ആറാട്ട്. അവിടെ വരുന്നത് എൻ്റെ സ്വന്തം നാടായ പേരൂര് വഴിയാണ്. അവിടെ ദേവീക്ഷേത്രവും കൃഷ്ണാമ്പലവും ഒക്കെ ഉണ്ട്. ആറാട്ട് എഴുന്നള്ളിപ്പ് വരുമ്പോൾ ദേവീക്ഷേത്രത്തിൽ കയറി ദേവൻ ദേവിക്ക് പൊന്നും പണവും നൽകാറുണ്ട്. അവിടുത്തെ ദേവി മഹാദേവന്റെ മകളായിട്ടാണ് സങ്കല്പം. പിന്നീട് ആറാട്ട് കടവിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കൃഷ്ണാമ്പലത്തിൽ സ്വീകരണമുണ്ട്. അങ്ങനെ എല്ലാവരും ആറാട്ട് കാണാൻ എത്തിയിട്ടോ. ആറാട്ട് കടവിലേക്ക് ദേവൻ പോയപ്പോൾ ഞാൻ അനുജത്തിയോട് പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ കാണണം, നീ വരുന്നോ എന്ന്. അവള് സമ്മതിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള ഫോണുകൾ രണ്ടും ഞങ്ങളുടെ കൂടെയുള്ളവരെ ഏൽപ്പിച്ചു. ഉടനെ വരാമെന്ന് പറഞ്ഞ് അകത്ത് കടന്നു. ഞങ്ങളുടെ കൂടെയുള്ളവർ മുന്നോട്ട് നടന്നുപോയി. ഞങ്ങൾ അകത്ത് കയറി കൃഷ്ണനെ കണ്ട് പുറത്ത് അല്പം ഇരിക്കാമെന്ന് തോന്നിട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു ചേച്ചി വന്നിട്ട് പറയാണ്, ആറാട്ട് തിരിച്ച് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ട്. താലം പിടിച്ചു നിൽക്കാൻ കുറച്ച് പേരെ വേണമായിരുന്നു, നിങ്ങൾ വരുമോന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഉടനെ വരാമെന്ന് പറഞ്ഞു വന്നതാണ്. ആ ബന്ധുക്കൾ അന്വേഷിക്കുമെന്ന്. താലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് നിന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവാൻ ഇടയില്ലല്ലോ. ഞങ്ങൾ താലായി ചെന്നപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് 2 വരിയിലായിട്ട് നിറയെ സ്ത്രീകൾ. അനുജത്തി നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. എൻ്റെ വേഷം നോക്കി, ഒരു സാധാരണ ചുരിദാറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എങ്ങനെ ഇത്രയുള്ള ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. വരി നിൽക്കുന്നവരുടെ ഏറ്റവും അറ്റത്ത് പിന്നിലായിട്ട് ഞാൻ നിന്നുട്ടോ. മഹാദേവൻ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നത് കാണാറായി. അന്നേരം ആ ചേച്ചി ഓടി വന്നിട്ട് പറയാണ്, ഈ വരി നിൽക്കുന്നവർ നേരെ തിരിഞ്ഞു നിൽക്കണമെന്ന്. എല്ലാവരും തിരിഞ്ഞു നിന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? പിറകിൽ നിന്ന് ഞാൻ ഏറ്റവും മുന്നിലായിട്ട് താലവും പിടിച്ച് നിൽക്കുന്നു, ദേവനെ എതിരേൽക്കാൻ. മുന്നിൽ നിന്നിട്ട് എന്നോട് പറയുന്നു ആ ചേച്ചി, എനിക്ക് പേടിയോ അത്ഭുതവും നാണോ എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അങ്ങനെ മനസ്സുകൊണ്ട് എതിരേറ്റു. അകത്ത് കയറി. ഞാനും അനുജത്തിയും മറ്റുള്ളവരും എല്ലാവരും കൂടി ഭയങ്കര തിരക്കിലകത്ത് കയറി. ഉന്തും ഉന്തും തള്ളും എല്ലാവരെയും അവിടെ ഉള്ളവരെ പിടിച്ചു മാറ്റുന്നു. താലം പിടിച്ചവരും എൻ്റെ അനുജത്തിയും ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ തള്ളല് എവിടെ നിൽക്കുന്നത് നോക്കി. എനിക്ക് ചിരിച്ചിട്ട് പറയാൻ പറ്റില്ല. ശ്രീകോവിലിന് താഴെ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അകത്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ കൃഷ്ണന്റെ തൊട്ടടുത്ത് ആ മുഖത്തേക്ക് നോക്കി. 1000 ചന്ദ്രൻ ഉദിച്ചതുപോലെ ഇത്രയും ഭംഗിയുള്ള ഒരു മുഖം ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണുന്നത്. അവിടെ നടന്നത് വിഷ്ണു വൈഷ്ണവ സംഘമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ മുന്നിൽ ഞാൻ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതോടൊപ്പം ഇത്രയും സുഖമുള്ള ഒരു അനുഭവം എനിക്ക് തന്നത് എൻ്റെ കൃഷ്ണൻ എന്നോട് എത്ര കരുതലുണ്ട് എന്നതാണ്. ഒത്തിരി നീണ്ടുപോയിട്ടോ. സമയം കിട്ടുമ്പോൾ വായിക്കണം. എല്ലാവർക്കും കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണനെ ഒരുപാട് കാണാനായിട്ട് പ്രാർത്ഥിക്കുന്ന നമുക്ക് ആരായും കുട്ടിയായോ അങ്ങനെ ഏത് സങ്കല്പത്തിലും നിങ്ങൾക്ക് കാണാം. അപ്പം സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. എന്നോട് നടുക്ക് ചിരിച്ചു പോയെന്നറിയോ? ആ ഭക്തിയിൽ ആ കണ്ണൻ കാട്ടിയ ഒരു കുറുമ്പില്ലേ, ഏറ്റവും പിന്നിൽ ഒതുങ്ങി നിന്ന ചേച്ചി ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ എല്ലാവരും കൂടെ വന്നപ്പോൾ നേരെ മുന്നിലായി പോയി നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അത് കേട്ടപ്പം ചിരിച്ചുപോയി. ചിരിച്ച ഭക്തിയാണ്, ഈ നിഷ്കളങ്കമായ ഭക്തിക്കാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുക. ചിരിച്ചത് എഡിറ്റ് ചെയ്യണ്ടെന്നുള്ളതാണ് തോന്നിയത്. അത് ഒറിജിനലായിട്ട് ചിരി വന്നാണ്. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നു അല്ലേ. ഹരേ കൃഷ്ണ. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരാം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ജോയിൻ ബട്ടണിലൂടെയാണ് ഗ്രൂപ്പിലേക്ക് വരേണ്ടത്. ഹരേ കൃഷ്ണ.